കേരളത്തിന് എയിംസ് എന്ന ആവശ്യത്തിൽ പ്രതീക്ഷയേകി കേന്ദ്ര സംഘം കേരളത്തിലെത്തും. ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറിയുമായി പ്രൊഫസർ കെ.വി. തോമസ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയത്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം എത്തുന്ന സംഘം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കൂടിക്കാഴ്ച നടത്തും. ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മനു, കേരളത്തിൻ്റെ എക്കാലത്തെയും ആവശ്യമായിട്ടുള്ള എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂല ചർച്ച നടന്നു എന്നാണ് ദില്ലിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള പ്രൊഫസർ കെ.വി. തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സീനിയർ സെക്രട്ടറി അങ്കിത മിശ്രയുമായി കെ.വി. തോമസ് ഇന്ന് രാവിലെ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ അടുത്ത വർഷം അനുവദിക്കാൻ പോകുന്ന 4 എയിംസുകളിൽ ഒന്ന് കേരളത്തിലായിരിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്രം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് നടന്നത് എന്നാണ് പ്രധാനമായും കെ.വി. തോമസ് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളും അതോടൊപ്പം നിർദ്ദേശങ്ങളും അനുസരിച്ചായിരിക്കും സംസ്ഥാനത്ത് എയിംസ് അനുവദിക്കുക. എന്തായാലും കോഴിക്കോട് ജില്ലയിലാണ് നിലവിൽ കേരള സർക്കാർ ഇത്തരത്തിൽ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെയും നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട സംഘങ്ങളൊക്കെ തന്നെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സംഘം കേരളത്തിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടത്തുമെന്ന് തന്നെയാണ് കെ.വി. തോമസ് അറിയിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമായ കോഴിക്കോട് പരിഗണനയിലുണ്ട്. ഈ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് തീരുമാനമെടുക്കും. ഒരു ടീമിനെ കൊച്ചിക്ക് കേരളത്തിലേക്ക് അയച്ചായിരിക്കും തീരുമാനമെടുക്കുന്നത്. സാധാരണ എയിംസ് അനുവദിക്കുമ്പോൾ അത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അവർ പരിഗണിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചുള്ള വളരെ അനുകൂലമായ ഡിസിഷനാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ശ്രീധര മെഡിക്കൽ 4 കാര്യത്തിൽ അപ്ഗ്രഡേഷൻ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് എത്തുന്ന സംഘം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കും. പ്രത്യേകിച്ചും ഇതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾക്ക് അനുകൂലമായാണോ ഈ കോഴിക്കോട് നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലങ്ങളുള്ളത് എന്നതൊക്കെ തന്നെയും സംഘം പരിശോധിക്കും. പ്രധാനമായും റോഡ്, റെയിൽവേ, അതോടൊപ്പം വിമാന ഗതാഗതം, അതോടൊപ്പം ജലലഭ്യത, വൈദ്യുതി വിതരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും എത്രത്തോളം അതിൻ്റെ ലഭ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കും. എന്തായാലും ഈ സംഘം കേരളത്തിലെത്തുമ്പോൾ ഇതുമായി സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഇതുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഈ സംഘം ചർച്ച ചെയ്യും. എന്തായാലും നിലവിൽ പാർലമെൻറ്റ് സമ്മേളനം അവസാനിച്ചതിന് ശേഷമായിരിക്കും കേന്ദ്രത്തിൽ നിന്നുള്ള സംഘം കേരളത്തിൽ എത്തുക എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ ഏറെക്കാലത്തെ ആവശ്യമായിട്ടുള്ള എയിംസിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്.